ഓം നമ ശിവായ. നമസ്കാരം. ഇന്ദിരാനന്ദം ബ്രഹ്മാനന്ദൻ്റെ പ്രഭാത വന്ദനം. ഓം ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുർ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നാം ജ്ഞാനപാനാമൃതത്തിൽ കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചത് ഭൂമിയിൽ വന്ന് പിറന്ന മനുഷ്യൻ്റെ സവിശേഷതകളും ഭൂമിയുടെ സവിശേഷതകളൊക്കെയാണ് നാം പറഞ്ഞു വരുന്നത്. കഴിഞ്ഞ ദിവസം നാം പറഞ്ഞ് അവസാനിപ്പിച്ചത് ഭൂമിയിൽ പിറന്ന, അതായത് ഭൂമിയിൽ വന്ന് മനുഷ്യനായി ജനിച്ചാൽ മാത്രമേ ഭക്തിജ്ഞാന സിദ്ധമായ മോക്ഷം സാധ്യമാവുകയുള്ളൂ എന്നും അതിന് വേദവ്യാസൻ ശ്രീമഹാഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന ഉദ്ധവ ഉപദേശവുമൊക്കെ സാക്ഷ്യപ്പെടുത്തി അത് സ്ഥാപിക്കുകയാണ് കഴിഞ്ഞ വരികളിൽ കവി ചെയ്തത്. തുടർന്ന് വരുന്ന വരികൾ നമുക്ക് നോക്കാം. ലവണംബുധി മധ്യേ വിളങ്ങുന്ന ജംബുദ്വീപുരു യോജനലക്ഷവും സപ്തദ്വീപുകൾ ഉണ്ടതിലെത്രയും ഉത്തമമെന്നു വാഴ്ത്തുന്നു പിന്നെയും. ഇവിടെ ഭൂമിയുടെ കാര്യം തന്നെയാണ്. ലവണ സമുദ്രത്തിൽ, അതിൻ്റെ മധ്യത്തിൽ 1,00,000 യോജന വിസ്തീർണമുള്ള ഒരു ദ്വീപ് സ്ഥിതി ചെയ്യുന്നു. സപ്തദ്വീപുകളിൽ വച്ച് ഇത്രയും ഉത്തമമായത് ഈ ജംബു ദ്വീപാണെന്ന് വാഴ്ത്തപ്പെടുന്നു. ജംബുദ്വീപ്, ലവണസമുദ്രത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ജംബുദ്വീപ് ശ്രീമദ് ഭാഗവതം 5-ാം സ്കന്ധത്തിലെ ഭൂഗോള വർണ്ണനത്തിലും മറ്റും പറയപ്പെട്ടിട്ടുള്ളത് ഭൂമിയിൽ 7 സമുദ്രങ്ങളും 7 ദ്വീപുകളും ഉണ്ടെന്നാണ്. ക്ഷാരോധതി, അതായത് ലവണോധതി, ഇക്ഷുരസോധതി, സുരോധതി, ഘൃതോധതി, ക്ഷീരോധതി, ദതിമണ്ഡോധതി, ശുദ്ധോധതി എന്നിവയാണ് സപ്ത സമുദ്രങ്ങൾ. നമ്മൾ സപ്തസാഗരമെന്നും 7 കടലുകളെന്നും ഒക്കെ പറയുന്നതിന് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന യഥാർത്ഥ പേരുകളാണ് നാം ഇപ്പോൾ ശ്രദ്ധിച്ചത്. വേറെ പല പേരുകളും തുടർന്ന് വന്ന നൂറ്റാണ്ടുകളിൽ പറയപ്പെട്ടിട്ടുണ്ട്, വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട്. പലരും നമ്മൾ അറബിക്കടലെന്നും ബംഗാൾ ഉൾക്കടലെന്നും പസഫിക് സമുദ്രമെന്നും അറ്റ്ലാന്റിക് അങ്ങനെ പല പേരുകളിലും പറയുന്ന 7 സമുദ്രങ്ങൾ തന്നെയാണ് ഇവയും. അവയിൽ യഥാക്രമം സ്ഥിതി ചെയ്യുന്ന സപ്തദ്വീപുകളാണ് ജംബുദ്വീപ്, പ്ലാക്ഷദ്വീപ്, ശാൽമല ദ്വീപ്, കുശദ്വീപ്, ക്രൗഞ്ചദ്വീപ്, ശാഖദ്വീപ്, പുഷ്കരദ്വീപ് എന്നിവ. പുഷ്കരദ്വീപ് എന്നിവ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നത് ജംബുദ്വീപാണ്. ഈ ദ്വീപുകളുടെ എല്ലാം മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്നത്, സെൻട്രലൈസ്ഡ് ആയിട്ട് വരുന്നത് ജംബുദ്വീപമാണ്. അതിൻ്റെ വിസ്താരം 1,00,000 യോജനയാണ്. മറ്റ് ദ്വീപുകളുടെ വിസ്താരങ്ങൾ യഥാക്രമം 2, 4, 8, 16, 32, 64 അങ്ങനെയുള്ള യോജനകളുമാണത്രേ. ഇതെല്ലാം, ഈ കണക്കുകളെല്ലാം ഭാഗവതത്തിൽ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. ഓരോ കണക്കുകളും അതിന് ഇത്ര യോജന വിസ്തീർണം വരുമെന്നും ഇത്ര യോജന ഉയരമുണ്ടെന്നും അങ്ങനെയെല്ലാം സവിസ്തരം ശ്രീമദ് ഭാഗവതത്തിൽ വേദവ്യാസൻ പറഞ്ഞു വച്ചിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇപ്പോഴത്തെ ഏഷ്യ വൻകരയാണ്
ജംബുദ്വീപ് എന്നാണ് പണ്ഡിത അഭിപ്രായം. നമുക്ക് ഏഷ്യക്കാരാണല്ലോ, ഏഷ്യൻ വൻകരയാണ് ജംബുദ്വീപ് എന്നാണ് ഇപ്പോഴത്തെ വേദപണ്ഡിതന്മാരും എല്ലാം അഭിപ്രായപ്പെടുന്നത്. ലവണം എന്ന് പറഞ്ഞാൽ ഉപ്പ്, യോജന 10 നാഴിക, ഇക്ഷുരസം കരിമ്പ് നീര്, സുര മദ്യം, ഘൃതം നെയ്യ്, ക്ഷീരം പാല്, ദധി മണ്ഡം. ദധി മണ്ഡം അതായത് തൈര് വെള്ളം, തൈര് മോര് എന്നൊക്കെ പറയാം. ഇങ്ങനെയുള്ള ഓരോ ദ്വീപിൻ്റെയും പേരിന് വന്ന അർത്ഥങ്ങളാണ് പറയുന്നത്. ഇതുപോലെ തന്നെ 14 ലോകങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, 14 ലോകങ്ങളെന്ന്. ആ ലോകങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്ന് ശ്രദ്ധിച്ചാലോ. പാതാളം, രസാതലം, മഹാതലം, തലാതലം, സുതലം, വിതലം, അതലം, ഭൂതലം. അങ്ങനെ ഭൂതലം കഴിഞ്ഞ് വരുന്നത് ഭൂവർലോകം, സ്വർലോകം, മഹർലോകം, ജനലോകം, തപോലോകം, സത്യലോകം എന്നിവയാണ് 14 ലോകങ്ങൾ. ഇവയെല്ലാം തന്നെ ശ്രീമഹാഭാഗവതത്തിൽ വേദവ്യാസൻ ഓരോന്നും പറഞ്ഞിട്ടും വർണ്ണിച്ചിട്ടുമുണ്ട്. അങ്ങനെ ഭൂമിയെപ്പറ്റിയും 7 സമുദ്രങ്ങളെപ്പറ്റിയും 7 ദ്വീപുകളെപ്പറ്റിയും പറഞ്ഞപ്പോൾ 14 ലോകങ്ങളെപ്പറ്റിയും പറഞ്ഞു എന്നേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഗുരുപാദാര ബിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ശുഭ സുദിനം.